വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊന്ന് മേലനങ്ങി ജോലിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണിക്കണമല്ലോ. പക്ഷെ നമുക്കത് എടുക്കാൻ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ലടി എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിരുന്നു, അയ്യോ ദിയ ഒരു ജോലിയും ചെയ്താൽ. സത്യമാണ് കേട്ടോ, എല്ലാ ജോലിയും ദിയോട് തന്നെയാണ് ചെയ്യാറ്. എന്തോ ചായ എടുത്തിട്ട് വന്ന് എന്നെ വിളിക്കും, അത് കുടിക്കും, വീണ്ടും അവിടെ എൻ്റെ കാര്യം നോക്കും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ഇനി നല്ല ആക്റ്റീവായിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്നൊന്ന് നമ്മൾ ദേഹമൊക്കെ ഒന്ന് ഇളകി ജോലിയൊക്കെ ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇറങ്ങിയതുകൊണ്ട് നല്ല ബോഡി പെയിന്, അങ്ങനെയുള്ള ഒരു കുറച്ച് ടയർനെസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ വെച്ചാൽ ഒരു ദിവസം 2 ദിവസം കൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. രേണുവിന് അങ്ങനെയല്ല, അവളും. ഹലോ സുഹൃത്തീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുന്ദരമായിട്ടിരിക്കുന്നു. എന്താണ് നമ്മൾ ഇൻട്രോ ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി, ഒരാഴ്ച ഇടണോ ഇല്ലേ? ഒരാഴ്ചയായി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അടുക്കി പെറുക്കലുകളിലായിരുന്നു. എന്നാലും ഫുള്ളൊന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ. എന്നാലും അടുക്കി പെറുക്കൽ തന്നെ, അതന്നെ അടുക്കി വെക്കല്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത് ഫുള്ളാവൊന്നും ഇങ്ങനെ സെറ്റ് ആയില്ല. കാരണം ഞാനും ഇവിടെ ഉള്ളൂ. ഇപ്പോൾ സഞ്ജുവിന് പിന്നെ ഇപ്പോൾ 10th സ്പെഷ്യൽ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പോയി ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ അവൻ കുറച്ചൊക്കെ നമ്മളോട് ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ മീനൊന്നും ഉണ്ടാതിരിക്കണമെന്ന് അറിയില്ല. മീനൊരു ചെറിയൊരു സ്റ്റമക്ക് പെയിന്, അതുകൊണ്ടൊന്ന് മീൻകുട്ടി ലീവാണ്. എന്താ പറയുക, ഇപ്പം ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കണൊക്കെ ഒരു കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി വെള്ളം മോരൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. പിന്നെ വേറെ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ വേറെ എന്താ വിശേഷം, വീട് ഷിഫ്റ്റ് ചെയ്തു, ഞാൻ മയങ്ങി വീണു, അത്ര വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട്, കാരണം നമ്മളിപ്പോൾ ഒരു 3.5 വർഷത്തോളം അവിടെ നിന്നു. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാമല്ലോ വണ്ടിയുടെ ഇത്, പിന്നെ നമുക്ക് കൂടെ ആളുകൾ, നമ്മളത് പാക്കേജ് അവർക്കാണ് കൊടുത്തത്. എന്നാലും നല്ലൊരു എമൗണ്ട് അതിനൊക്കെ ആയി. പിന്നെ നമ്മളിവിടെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ AC അവിടെ നിന്ന് അഴിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യാൻ അതിൻ്റെതായ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പറഞ്ഞാൽ എന്താ പറയുക, അതും ഞാനാണ് എല്ലാം ഇത് ചെയ്യുന്നത് കൊണ്ട് കൂടെ ഭയങ്കര ഒരു എന്താ പറയുക, ഷിഫ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പോലും നമ്മൾ ആലോചിച്ചു. കാരണം അത്രത്തോളം പൈസ തിരിച്ചും നമുക്ക് ഓരോരോ സാധനങ്ങളും അതിൻ്റെതായിട്ടുള്ളതിൽ സെറ്റ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പൈസയായിട്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ, അതായത് റെന്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാർ അധികം നമ്മളങ്ങനെ 1 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പോകാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഭയങ്കര റിസ്ക്കുള്ള ജോലിയാണ്. അതുമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം നമുക്ക് അവിടെ AC ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് പൈസയായി. ഇവിടെ അതിൻ്റെ വയറുകൾ അത് വീണ്ടും ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ നല്ല പൈസയായി. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ റെന്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു കഷ്ടം, റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു വാടക വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതെന്താണ്, എത്രത്തോളം റിസ്ക്കുള്ള ജോലിയാണെന്ന്. പിന്നെ ഇപ്പം നമ്മൾ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഇപ്പോൾ കാണിക്കുന്നില്ല. നമ്മുടെ ഒരു ഹോം ടൂർ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പുതിയ വീടിൻ്റെ ഹോം ടൂർ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഹാളിൽ തന്നെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. വേർത്ത് ഒഴുകുന്നുണ്ട്, കാരണം ഇവിടെ ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. റൂമിലൊക്കെ ഫിറ്റ് ചെയ്യും, ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല, ഫിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചൂടുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ അത്ര ചൂടായിട്ടൊന്നും ഇവിടെ അറിയുന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്, അതുകൊണ്ട് തന്നെ അത്ര ചൂടില്ല, എങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ചൂടാണ്. നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തീ ഇതാവില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. കാരണം നമ്മൾ വീട്ടിൽ സ്കൂളിൽ പോയ സമയത്ത് ഇങ്ങനെ ഓട്ടോയിലാണ് പോയത്. പക്ഷെ ഭയങ്കര തീക്കാറ്റടിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് റിസ്ക് ഉണ്ട്. എനിക്ക് എവിടെ പോയാലും വെള്ളം പുതിയ വെള്ളത്തിലോട്ടൊന്ന് ചേർന്ന് ആ ഒരു ഇതാവണം. അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏഴിനോട് പറഞ്ഞത്, ഞാനിത് ചെറുതായിട്ട് കളർ ഡിമ്മായി തോന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവർക്ക് ആർക്കും ആ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര അലർജിയാണ്. എവിടെ വിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ പോയാലും അതാണ്, 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിന്നാലേ എനിക്ക് വെള്ളം പെട്ടെന്ന് ചേരത്തുള്ളൂ. അതൊരു പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ആ ഒരു ചെറിയൊരു ഫീൽ ഉണ്ട്. പക്ഷെ അറിയത്തില്ല എന്താ. പിന്നെ നമ്മൾ വെള്ളത്തിൽ, നമ്മൾ ഫസ്റ്റ് ഇരുന്ന വീട്ടിലെ വെള്ളം അടിപൊളി വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ പോകുന്നു. പിന്നെ എന്താണ് വേറെ എന്താ മേൽക്കുട്ടി വിശേഷം? ഒന്നുമില്ല. മീനുകുട്ടിക്ക് ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ്റെ
ഇത് തുടങ്ങിയത് കൊണ്ട് ഇലക്ഷൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് ആരംഭിക്കും. എത്ര തീയതി? 19-ാം തീയതി ഇലക്ഷൻ ഇവിടെ. 19-ാം തീയതി ഇവിടെ ഇലക്ഷൻ. എനിക്ക് 24-ാം തീയതി വരയ്ക്കും ഉണ്ട്. 24 വരയ്ക്കും വീണ്ടും ക്ലാസ് ഉണ്ട്. ഇലക്ഷൻ്റെ ആ ലീവ് 3 ദിവസം ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ ലീവ് ഉണ്ട്. സ്കൂളിൽ ലീവ് ഇല്ല കേട്ടോ. 24-ന് ശേഷം അല്ലേ? 24-ന് ശേഷമാണ് പിന്നെ ഒരു ലീവ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, ഒരു വീട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഒരു സ്വന്തമായി ഒരു ഓലക്കുടിൽ എന്നൊക്കെ പറയില്ലേ, ആ ഓലക്കുടിലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വേണം. അത് എന്താ പറയാ, നമുക്ക് നമ്മുടെ അവിടെ നാട്ടിൽ ആ വീടുള്ളവരെ നമുക്ക് അതിൻ്റെ ഒരു വില അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. അതില്ലാതെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ വില നല്ല പോലെ അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് വിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ഇപ്പം നമ്മൾ ആലോചിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങ് പോട്ടെ. പോയതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്ക് ഇത് നമ്മൾ എന്തായാലും ഒരു 3 സെന്റിലെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സ്വപ്ന ഭവനം ഉണ്ടായിരിക്കണം. അതൊരു ഓല വീടായാലും അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുങ്ങി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ സന്തോഷം തന്നെയാണ്. എന്തായാലും അടുത്ത വർഷമെങ്കിലും ആ ഒരു സ്വപ്നം പൂവണിയും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഞാനിങ്ങനെ മുന്നോട്ട് ഓരോ വർഷം കൂടുന്നവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വർഷം പൂർത്തിയാവുമെന്ന് വിചാരിക്കണു, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് നമുക്ക് അടുത്തൊരു ഷിഫ്റ്റിംഗ് എന്നൊരു വരുന്നുണ്ടല്ലോ, ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഭയങ്കര ടെൻഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നാം. അതുവരെ നമുക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ലാത്തല്ലോ, നല്ലൊരു വീടാണ്. നമ്മുടെ ഹൗസ് ഓണർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല. എന്താ പറയുക, അത്രത്തോളം നല്ല ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലൊരു ഹൗസ് ഓണറാണ്. അപ്പോൾ ഇത് അവരുടെ മോളുടെ വീടാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ്. ആ പെൺകുട്ടി ആയാലും ശരി ഇങ്ങോട്ട് വരികയോ ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നല്ലാതെ തൊട്ടപ്പുറം തന്നെയാണ്. അതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു ഹൗസ് ഓണർ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇരുന്നവിടെയും നല്ലൊരു ഹൗസ് ഓണർ തന്നെയാണ് അങ്കിളും ആൻ്റിയും. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഡോർ അടയ്ക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെയാണ് വിശേഷം. വേറെ എന്താ രേണു എന്തെങ്കിലും പറയാനുണ്ടോ? രേണു ഒന്നും ഇതില്ല, അതുകൊണ്ടാണ് അപ്പുറത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വീഡിയോ മുന്നോട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. പിന്നെ വേറെന്താ, ഇനി മുതൽ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ വീഡിയോകൾ കുറച്ച് തമിഴിലോട്ട് എല്ലാവരും നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെന്നൈയിലാണല്ലോ, ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമിഴിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇടയിലായിട്ട് നമ്മുടെ തമിഴ് വീഡിയോസുകളും ഇനി ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ തമിഴ് അറിയാത്തവരെല്ലാവരും ഒന്ന് ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിച്ച് കാണാം. പിന്നെന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂവേഴ്സ് ഒക്കെ വളരെ കുറവാണ്. വളരെ കുറവാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ചുകൂടെ ഒന്ന് അടുക്കി ഒക്കെ വെക്കാനുണ്ട്. അതൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ എഴുതും സഞ്ജു കൂടെ പോയി ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാണ് നിങ്ങളുടെ മുന്നിലോട്ട്. പിന്നെ മുഖമൊക്കെ നല്ല ഇതാണ്. മൊബൈൽ 2-3 ദിവസമായിട്ട് ഇവിടെ വന്ന ശേഷം നമുക്ക് പുതിയൊരു വീടല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കമൊന്നും ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗേസ് എൻ്റെ മുഖം കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ. പിന്നെ അവിടെ എനിക്ക് അങ്ങനെ ഉറക്കം ഒട്ടും അങ്ങനെ കിട്ടുന്നില്ല. ഇവിടെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്ന ആ സമയത്ത് 2 ദിവസം ഫാൻ ഒന്നും ഫിറ്റ് ചെയ്യാത്തതുകൊണ്ടും AC ഒന്നും ഫിറ്റ് ചെയ്യാത്തതുകൊണ്ടൊക്കെ ടേബിൾ ഫാൻ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് ആ ഒരു ഇതും, പിന്നെ ഒരു പുതിയ വീടല്ലേ, ഒന്ന് ഇണങ്ങി വരണം. ഇണങ്ങി വന്നാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഉറക്കത്തിൻ്റെതൊന്നും. പിന്നെ ഞാൻ മൊബൈൽ അധികം നോക്കാറേ ഇല്ല. കാരണം ഈ ബ്ലാക്ക് ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താണെന്നല്ല, അവിടുത്തെ ഇത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, ഞാനൊന്ന് മേലനങ്ങി ജോലിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണിക്കണമല്ലോ. പക്ഷെ നമുക്കത് എടുക്കാൻ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞിരുന്നു, ദിയ ഒരു ജോലിയും ചെയ്ത. സത്യമാണ് കേട്ടോ, എല്ലാ ജോലിയും ദിയോട് തന്നെയാണ് ചെയ്യാറ്. എന്താ ചായ എടുത്തിട്ട് വന്ന് എന്നെ വിളിക്കും, അത് കുടിക്കും, വീണ്ടും അവിടെ എൻ്റെ കാര്യം നോക്കും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ഇനി നല്ല ആക്റ്റീവായിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്നൊന്ന് നമ്മൾ ദേഹമൊക്കെ ഒന്ന് ഇളകി ജോലിയൊക്കെ ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇറങ്ങിയതുകൊണ്ട് നല്ല ബോഡി പെയിന് അങ്ങനെയുള്ള ഒരു കുറച്ച് ടയർനെസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ വെച്ചാൽ 1 ദിവസം 2 ദിവസം കൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. രേണുവിന് അങ്ങനെയല്ല.
അവള് മെല്ലെ മെല്ലെ ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരു കാര്യം നമ്മളിപ്പോ ഒരു റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് ആ ഇത് തീർത്ത് അവിടെ അടുക്കി വൃത്തിയായി ഭംഗിയായി അടുക്കി വെക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയാലേ ഇവിടെ നടക്കത്തുള്ളൂ. അവളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവള് പിന്നെ കൂടെ കൂടും, എന്നാലും അത്രയും ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ചെയ്ത് എന്താ പറയുക, നമ്മുടെ ഹോം ടൂർ നിങ്ങളുടെ മുന്നിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കും. ഇപ്പോൾ സമയം 2 മണിയായി. വേറെന്താ മിനിമ? ഇനി നിങ്ങൾക്ക് അടിപൊളി ഷോർട്സ് വീഡിയോസുകളൊക്കെ ആയിരുന്നു മുന്നോട്ട് വരുന്നുണ്ടോ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഇവിടെ പിന്നെ ജിയോയുടെ നെറ്റ്വർക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ വൈഫൈന് കണക്ഷൻ വിഷുവിൻ്റെ അന്ന് വൈഫൈൻ്റെ കണക്ഷന് വേണ്ടി ഇത് ചെയ്തതാണ്. ഇന്നും അവർ വന്നിട്ടില്ല. വരുന്നു പറയല്ലാതെ 4 ദിവസമായി വന്നിട്ടില്ല. അതൊന്ന് വന്നാലേ നമുക്ക് പെട്ടെന്ന് സ്പീഡ് വളരെ കുറവാണ് നെറ്റ്. അതുകൊണ്ട് വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അവരിനി വന്നിട്ടില്ല ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈഫൈ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ദിവസം ലൈവ് വരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ചെലക്കുട്ടീസ്.